ഐഡിയേഴ്സ് ഗുഡ് മോർണിംഗ്. ഇന്ന് കല്യാണ ദിവസമാണ്. അപ്പോൾ രാവിലെ മേക്കപ്പ് ഇടാനായിട്ട് പാർലറിലേക്ക് പോവാണ്. ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ ബ്യൂട്ടി പാർലറിലെത്തി. ഭാഗ്യ എനിക്ക് മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞു എനിക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഒരു മേക്കപ്പ് മതി. കാര്യം എനിക്ക് മുന്നേയും ഉദ്ഘാടനത്തിനൊക്കെ പോകുമ്പോഴും മേക്കപ്പ് ചെയ്ത് തരുന്നത് ഭാഗ്യയാണ് കേട്ടോ. ഭാഗ്യ എക്സലൻ്റായിട്ട് മേക്കപ്പ് ചെയ്യും. അങ്ങനെ നമ്മുടെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് കാണണ്ടേ. ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. ഉണ്ണിബാവയുടെ അമ്മ തന്നിട്ടുണ്ടായിരുന്ന ആ സാരിയാണ് ഞാൻ എടുത്തത്. നന്നായിട്ടുണ്ടായിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞു. എനിക്കും ഒത്തിരി ഇഷ്ടപ്പെട്ട്. ഈ ഒരു സാരിയിൽ ടീച്ചറമ്മയെ കാണാൻ എങ്ങനെയുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റിൽ നിങ്ങൾ പറയണം കേട്ടോ. ഞാൻ നെഗറ്റീവായിരുന്ന കാലഘട്ടത്തിൽ എനിക്ക് ഒരുങ്ങി നടക്കാനൊന്നും ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ എനിക്ക് ഒരുങ്ങാൻ വലിയ ഇഷ്ടമാണ്. അങ്ങനെ ബ്യൂട്ടി പാർലറിൽ നിന്ന് നമ്മൾ ഒരുങ്ങി വെളിയിലേക്ക് വരുന്ന വീഡിയോ ആണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് ചെന്നപ്പോൾ എല്ലാവരും റെഡിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കല്യാണത്തിന് പോയാലോ? ടീച്ചറമ്മയ്ക്കൊപ്പം കല്യാണത്തിന് പോകാൻ എല്ലാവരും വായോ കേട്ടോ. അങ്ങനെ ഞങ്ങൾ കല്യാണ വീട്ടിലെത്തി. അവിടെ എത്തിയപ്പം എൻ്റെ ചേച്ചിയും കസിൻസും എല്ലാവരും ഒരുങ്ങി സുന്ദരികളായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ യൂട്യൂബ് വീഡിയോയിൽ വരാൻ താല്പര്യമുള്ളവരെല്ലാം വായുമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും കൂടെ സന്തോഷത്തോടെ വന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഫാമിലി കേട്ടോ. ഇതാണ് ഇന്നലെ എനിക്ക് മെഹന്തി ഇട്ടെന്ന് അനാമിക. ഇതെൻ്റെ കസിൻ ശ്രുതി, ഇതെൻ്റെ കസിൻ്റെ വൈഫ് സൗമ്യ. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. കാര്യം കല്യാണം ഞങ്ങൾ ഒരുപാട് നാളായിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫാമിലിയിലൊരു കല്യാണം വന്നിട്ട്. അങ്ങനെ കല്യാണ ദിവസം മാക്സിമം അടിച്ചു പൊളിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പോകുന്നത്. അപ്പം നമ്മൾ പൊന്നൂലായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പൊന്നൂല് ഞാനും ചേച്ചിയും എൻ്റെ നാത്തൂനും പിന്നെ വേമ ഉണ്ടായിരുന്നു. ഫ്രണ്ടിൽ പപ്പയും അതുപോലെ അഞ്ചേട്ടനും ഉണ്ട്. തിരുവനന്തപുരത്ത് പൂവാറെന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചായിരുന്നു കേട്ടോ മാരേജ്. നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം 2-2.5 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു. പൊന്നൂല് യാത്ര ചെയ്യാൻ നല്ല കംഫർട്ടാണ് കേട്ടോ. എത്ര ലോങ് ട്രിപ്പ് പോയാലും നമുക്കൊട്ടും ഒരു ടയർഡ്നെസ് ഫീൽ ചെയ്യില്ല. അതാണ് പൊന്നൂൻ്റെ പ്രത്യേകത. എല്ലാവരും ലക്ഷറി കാറ് മാനിഫെസ്റ്റ് ചെയ്യണം കേട്ടോ. തിരുവനന്തപുരത്ത് പോയിട്ടില്ലാത്തവരുണ്ടോ? തിരുവനന്തപുരത്തിൻ്റെ ഭംഗി കുറച്ചൊക്കെ ഞാൻ ഒപ്പിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ കൊല്ലം തിരുവനന്തപുരം ബോർഡറാണ്. പാരിപ്പള്ളി എന്നാണ് ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ പേര്. ഇത് ഇൻഫോസിസിൻ്റെ ബിൽഡിംഗ് ആണ് കേട്ടോ. കല്യാണം ഉച്ചയ്ക്ക് 12 മണി കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് രാവിലെ ഇറങ്ങേണ്ടെന്ന് ആവശ്യമുണ്ട്. കാര്യം തിരക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇടയ്ക്ക് ട്രാഫിക് ബ്ലോക്കൊക്കെ ആയിക്കഴിഞ്ഞാൽ പെട്ടുപോകില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ രാവിലെ 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. രാവിലെ ഇറങ്ങിയപ്പം ജസ്റ്റ് ഒന്ന് ഒരു ദോശയും ഒരു ചായയും കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഏറ്റവും ഇളയ അമ്മാവൻ്റെ മകൻ്റെ കല്യാണമായിരുന്നു കേട്ടോ. അവൻ എൻജിനീയറാണ്. അവൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ് കേട്ടോ. ഞാനിപ്പോൾ ഹാപ്പിയായി മാറിയതിന് ശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഓരോ നിമിഷവും ആഘോഷവും സന്തോഷവും എന്താ പറയുക ഫുൾ ടൈം ജോഷിലാണ്. നമ്മൾ അത്രയും ഹാപ്പിനെസ്സിലാണ്. ആ ഒരു നമ്മൾ എപ്പോഴും സന്തോഷമായിരിക്കുമ്പോൾ നമ്മുടെ ലൈഫിലേക്ക് കൂടുതൽ സന്തോഷത്തെ അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ചിലർ വിചാരിക്കുന്നത് ചിലർക്കൊക്കെ ഹാപ്പി ലൈഫ് കിട്ടും, നമുക്ക് ഹാപ്പി ലൈഫ് കിട്ടത്തില്ല. കാര്യം എല്ലാവർക്കും ഹാപ്പി ലൈഫ് കിട്ടും. ഇതൊക്കെ നമ്മുടെ മനസ്സിനെ നമ്മൾ എങ്ങനെ ട്രെയിൻ ചെയ്ത് എടുക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും കേട്ടോ. നിങ്ങൾ ഈ കാണുന്നതാണ് ഹോട്ടൽ ഓബൈ താമര. ഇവിടെ വെച്ചാണ് വ്യവസായ മന്ത്രി പി രാജീവിൽ നിന്നും എനിക്കൊരു അവാർഡ് ലഭിച്ചത്. ഇടയ്ക്കൊന്ന് ഇറങ്ങി ചായ കുടിച്ചിട്ടൊക്കെ യാത്ര തുടരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഒരു ചായക്കടയിൽ ഇറങ്ങി അൽബൂരിയും വെട്ട് കേക്കും ചായയും ഓർഡർ ചെയ്തു. ആയിരിക്കുന്നത് എൻ്റെ അച്ഛനാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അച്ഛനെ കണ്ടിട്ടില്ലാത്തൊരു കണ്ടോളൂ മുന്നത്തെ ബ്ലോഗിൽ വന്നിട്ടുണ്ട്. എന്നാലും അച്ഛനും ബേമയാണ് കേട്ടോ. ബേമ എന്ന് പറയുന്നത് എൻ്റെ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ 2ാമത് വിവാഹം കഴിച്ചതാണ് ബേമ. അങ്ങനെ നമ്മൾ നേരെ കല്യാണ സ്ഥലത്തെത്തി കേട്ടോ. എൻ്റെ കസിൻസാണ് ഈ നിൽക്കുന്നത് മുഴുവൻ. എല്ലാവരും ഒന്നിച്ചു കൂടുമ്പോൾ ഒരു വൈബുണ്ടല്ലോ, അതൊരു പ്രത്യേക രസം തന്നെയാണ്. ഫുള്ള് ഞങ്ങൾ എൻജോയ് ചെയ്തു. കല്യാണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കാത്തിരുന്നൊരു മൊമെൻ്റാണ്. അതായത് നമ്മുടെ പൊന്നുകുട്ടിയോടെ ഉണ്ട്, നിങ്ങൾ കണ്ടോ. നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് പോവാണ്. ചെറുക്കനെ സ്വീകരിക്കുന്ന ചടങ്ങാണ്. ആ ചെറുക്കൻ്റെ അളിയൻ മാലയിട്ട് ചെറുക്കനെ സ്വീകരിക്കും. മാലയും ബൊക്കെയൊക്കെ കൊടുത്ത് സ്വീകരിക്കുന്ന ചടങ്ങാണ്. എൻ്റെ കല്യാണത്തിൻ്റെ വീഡിയോ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചാനലിൽ അപ്ലോഡ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇന്ന് ലൈവിൽ വന്നപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് പറയുകയും ചെയ്തു ഇടാമോ എന്നുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ കുറേ ദിവസം കൊണ്ട് വിചാരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ കല്യാണത്തിൻ്റെ വീഡിയോ ഞാൻ യൂട്യൂബിൽ ലൈഫ് സ്റ്റൈൽ ചാനലിൽ ഇടണം എന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണേ. എൻ്റെ കല്യാണ വീഡിയോയിലൊക്കെ നിങ്ങൾ എന്നെ കാണുക ഒരു ഡിഫറെൻറ്റ് ഫേസ് ആയിരിക്കും കേട്ടോ. ഞാൻ ഇതുപോലെയുള്ളൊരു ഹാപ്പി ഫേസ് ആയിരിക്കില്ല. അതിനൊരു റീസൺ ഉണ്ട്. എന്താണെന്നുള്ളത് ആ വീഡിയോയിൽ വളരെ വിശദമായിട്ട് ഞാൻ പറയാം കേട്ടോ.
കല്യാണത്തിന് മുന്നേ ഒരു പന്തി ഊണുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കല്യാണത്തിന് മുന്നേ തന്നെ ഊണൊക്കെ കഴിച്ചിട്ട് കല്യാണം കാണാനായിട്ട് റെഡി ആയിട്ടിരുന്നു. അമലുക്കുട്ടൻ ക്യാമ്പിന് പോയേക്കാണ്. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. അമലുവിനെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. സദ്യയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഒരുപാട് പായസമൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പായസം ഏതാണ്? കമൻറ്റിൽ പറയണേ. എനിക്ക് കടലപ്പായസമാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം. ഞാൻ ഈ ക്ലാസ്സും കാര്യങ്ങളും തിരക്കൊക്കെ ആയതുകൊണ്ട് എൻ്റെ ബന്ധുക്കളെയൊക്കെ കണ്ടുമുട്ടുന്ന അവസരങ്ങൾ ഈ കല്യാണങ്ങളൊക്കെയാണ് കേട്ടോ. ചെക്കനും പെണ്ണും അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇനി കുറച്ച് നേരം നമുക്ക് കല്യാണം ഒന്ന് കണ്ടാലോ. ചേട്ടൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, നിൻ്റെ ഒരു സ്റ്റുഡൻറ്റ് നിന്നെ കാണാനായിട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു, ആരാണ് എന്നെ കാണാൻ വരുന്ന ആ സ്റ്റുഡൻ്റ് എന്നുള്ളത്. അങ്ങനെ എന്നെ കണ്ടതും എൻ്റെ സ്റ്റുഡൻറ്റ് ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. ഇത് രാഖിയാണ്. പണ്ടെന്നോ ഞാൻ ഏതോ ഒരു വ്ളോഗിൽ ഏപ്രിൽ 6-ന് തിരുവനന്തപുരത്ത് വരുമെന്ന് പറഞ്ഞതിന് പ്രകാരം ആൾ കലണ്ടറിൽ ആ ഡേറ്റ് കുറിച്ചിട്ട് എൻ്റെ ഹസ്ബൻഡിനെ കോൺടാക്ട് ചെയ്ത് അങ്ങനെ എന്നെ കാണാനായിട്ട് ഓടി വന്നതാണ്. എനിക്കും ഭയങ്കര സന്തോഷമായി. രാഖി പറയുന്നുണ്ടായിരുന്നു, ലൈഫിലുണ്ടായ മാറ്റം കോടിക്കണക്കിന് രൂപ വില കൊടുത്താൽ വാങ്ങാൻ പറ്റാത്ത അത്രയും സന്തോഷവും സമാധാനവും മാറ്റമാണ് ടീച്ചറമ്മ ഉണ്ടായിട്ടുള്ളതെന്ന്. തിരിച്ചു വന്നപ്പോൾ ഞാൻ പൊന്നൂല് കയറിയില്ല കേട്ടോ. ഞാൻ ടൂറിസ്റ്റ് ബസ്സിലാണ് കയറിയത്. കാര്യം ഞങ്ങൾ കസിൻസിനെല്ലാം കൂടെ അടിച്ചു പൊളിക്കണമായിരുന്നു. ഞങ്ങൾ ഡാൻസൊക്കെ കളിച്ച് എൻജോയ് ചെയ്തു. തിമിർത്ത് ഞാൻ ബാക്കിലുണ്ട് കേട്ടോ. ഇരുന്ന് കളിക്കുന്ന ഞാനാണ്. കുറേ നേരം നിന്ന് കളിച്ച് തളർന്നപ്പോഴാണ് ഇരുന്നത്. അങ്ങനെ അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത് വീട്ടിലെത്തി. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് മറുവീടിന് ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വ്ളോഗിലെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. അടുത്ത വ്ളോഗിൽ കാണാം. ടാറ്റാ ബൈ ബൈ, ലവ് യു.